ഓരോ മാധ്യമ സ്ഥാപനത്തിനും സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുണ്ട്. സത്യസന്ധമായ വാർത്ത സുതാര്യമായി കൃത്യതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന പ്രതിബദ്ധത. അവരറിയേണ്ട സത്യസന്ധമായ കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ അറിയിക്കണം എന്ന പ്രതിബദ്ധത. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒരു വ്യക്തിക്കെതിരെയോ ഒരു സ്ഥാപനത്തിനെതിരെയോ വ്യാജ വാർത്ത ചെയ്യുവാൻ പാടില്ല എന്ന പ്രതിബദ്ധത. എന്നാൽ സൂരജ് പാലാക്കാരൻ എന്ന യൂട്യൂബർ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യവസായിയും ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായ ആർ പ്രേംകുമാറിനെതിരെ നട്ടാൽ കുരുക്കാത്ത ഒരു വ്യാജ വാർത്ത നൽകി. ഈ മാസം 7-ാം തീയതി സൂരജ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. പാലക്കാട് കള്ളപ്പണ വിവാദത്തിൽ വ്യവസായി ആർ പ്രേംകുമാറിന് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വ്യാജ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജ സ്വയം നിർമ്മിത വാർത്ത അദ്ദേഹം നൽകി. ഇവിടെ ഉയരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. പോലീസ് സേന ഒന്നടങ്കം പരിശോധിച്ചിട്ടും കള്ളപ്പണം ലഭിച്ചിട്ടില്ലാത്ത പാലക്കാട് റെയ്ഡിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ കള്ളപ്പണമില്ല എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ സൂരജ് പാലാക്കാരൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത സൃഷ്ടിച്ചത്? സത്യസന്ധമായും സുതാര്യമായും വാർത്തകൾ നൽകുന്ന നിരവധി മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ ഒരു സാമൂഹ്യ വിപത്തിനെ പോലെ പ്രവർത്തിക്കുന്ന സൂരജ് പാലാക്കാരനെതിരെയും അദ്ദേഹത്തിൻ്റെ ട്രൂ TV എന്ന യൂട്യൂബ് ചാനലിനെതിരെയും നിയമ നടപടിക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ആർ പ്രേംകുമാർ. കേരളത്തിലടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ ശാഖകളുള്ള ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ആശ്രയിച്ച് ലക്ഷക്കണക്കിന് തൊഴിലാളികളും കുടുംബങ്ങളും കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പരോക്ഷമായി പോലും അവരെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടും സമൂഹത്തിൽ സത്യസന്ധമായി വ്യവസായം നടത്തി മുൻപോട്ട് പോകുന്ന ഒരു വ്യവസായിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഒരടിസ്ഥാനവുമില്ലാത്ത ഒരു വ്യാജ വാർത്ത പുറത്തുവിട്ട സൂരജ് പാലാക്കാരനെതിരെ ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് എന്ന് BLM ഗ്രൂപ്പ് അറിയിച്ചു. 5 കോടി രൂപയാണ് നഷ്ടപരിഹാര തുകയായി BLM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്ര ഭീകരമായൊരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നാൽ അത് മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും വിരളമായ ഒരു കാര്യമായി മാറും. പത്രധർമ്മത്തെ മറന്ന് മാധ്യമ വിപത്തുകളായി മുൻപോട്ട് പോകുന്ന ഇത്തരം മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടുവാനും സാമ്പത്തിക വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഇനിയൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെയോ വാർത്ത നൽകാതിരിക്കാനാണെന്നും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ സത്യസന്ധമായ വാർത്തകൾക്ക് ഇടം നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൂടി നാണക്കേടാണെന്നും വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ആദ്യമായല്ല സൂരജ് പാലാക്കാരൻ എന്ന യൂട്യൂബർക്കെതിരെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ മുൻപിൽ ഇദ്ദേഹത്തെപ്പറ്റി നിരവധി പരാതികളും കേസുകളും നിലവിലുണ്ട്. നിരാലംബരായ നിരവധി പേർക്ക് താങ്ങും തണലുമായി സാമ്പത്തിക പിൻബലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മുൻപോട്ട് പോകുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാലങ്ങളായി ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ വിശ്വാസ്യത തകർക്കുവാൻ കഴിയുന്ന കരുത്ത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി എന്ത് കള്ളപ്രചരണം നടത്തുവാനും തുനിഞ്ഞിറങ്ങുന്ന സൂരജ് പാലാക്കാരനെ പോലെയുള്ള ഒരു യൂട്യൂബർക്കില്ല. അതിന് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നാണ് BLM കുടുംബാംഗങ്ങൾ പറയുന്നത്. നിലവിൽ നിയമ നടപടി മാത്രമല്ല, വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള BLMന്റെ വ്യക്തിപ്രഭയ്ക്ക് മങ്ങലേൽപ്പിക്കുവാൻ സൂരജ് പാലാക്കാരൻ സംപ്രേഷണം ചെയ്ത വീഡിയോ നവമാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും ഏതെങ്കിലും ഒരു മുഖ്യധാരാ പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലും ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്യണമെന്നാണ് പരാതിക്കൊപ്പം BLM ഗ്രൂപ്പിന്റെ ആവശ്യം. അങ്ങനെ ചെയ്യാത്ത പക്ഷം ശക്തമായ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും ഇത് സത്യസന്ധമായി വ്യവസായം നടത്തുന്നവരെ കൊള്ളയടിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഉയർത്തുന്ന ശബ്ദമാണ് ഇതെന്നും BLM ഗ്രൂപ്പ് വ്യക്തമാക്കി.